ജനസംഘത്തോടൊപ്പം ചേർന്ന് കോൺഗ്രസ് ആ ജില്ലാ രൂപീകരണത്തെ എതിർത്തില്ലേ? ആ ജില്ലയെ നിങ്ങൾ പാകിസ്ഥാൻ, ഇനിയൊരു പാകിസ്ഥാൻ വേണോ, ഒരു കുട്ടി പാകിസ്ഥാൻ ഇനിയും വേണോ എന്ന് ചോദിച്ചത് കോൺഗ്രസ് നേതാക്കളല്ലേ? അതിനെ വളരെ പരസ്യമായി എതിർത്ത നേതാക്കളിൽ ഒരാൾ CH മുഹമ്മദ് കോയല്ലേ, മുസ്ലിം ലീഗിൻ്റെ നേതാവ്. എന്നാൽ ജില്ലാ രൂപീകരണം ആരാണ് നടത്തിയത്? 67-ലെ EMS സർക്കാർ. ആ സർക്കാരിൽ മുസ്ലിം ലീഗിന് കോൺഗ്രസിനെ സംരക്ഷിക്കാൻ പോലും ഇന്ന് സഭയിൽ കഴിയാതെയും വന്നു. കോൺഗ്രസ്സിന് ഈ ചരിത്ര യാഥാർത്ഥ്യത്തിന് ഒരു മറുപടി ഇന്ന് സഭയിൽ ഉണ്ടായിരുന്നില്ല. ചില ബഹളങ്ങളൊക്കെ അങ്ങും വെച്ചതല്ലാതെ ജനസംഘവുമായി ചേർന്ന് കോൺഗ്രസ് മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്തു എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിമർശനം, ചരിത്രപരമായ വിമർശനം, കോൺഗ്രസിന് മറുപടി ഉണ്ടായില്ല. വസന്ത്, അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്നാണ് ഉത്തരം. നല്ല കാര്യം. ഇപ്പോ അതിലെ ഓരോരോ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ചർച്ചയുടെ ഓരോ ഘടകങ്ങളാണ് സംസാരിച്ചു വന്നത്. അല്ല, എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന മലപ്പുറത്തെ RSS നേതാക്കൾക്ക് വിവിധ തെരഞ്ഞെടുപ്പ് വേദികളിൽ മലപ്പുറം തേക്കിയെ എന്ന് പറയാനുള്ള വഴിമരുന്നിട്ട് കൊടുത്ത പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റിനെ പറ്റിയാണ് ചർച്ച ചെയ്തത്. അതിനെപ്പറ്റി ഉത്തരവില്ലാത്തവർ ചരിത്രം ചെയ്യുകയും പടപ്പും തൊങ്ങലും അടിക്കുകയും ചെയ്തതിൽ തെറ്റില്ല. ഇപ്പൊ നേരത്തെ ഈ ചർച്ചയിൽ മറുപടിയില്ല അല്ലെ? ജനസംഘത്തോടൊപ്പം ചേർന്ന് മലപ്പുറം ജില്ലാ രൂപീകരണത്തെ കോൺഗ്രസ് എതിർത്തിട്ടുണ്ടോ? എന്റെ ചോദ്യം വസന്തിനോട്. പറയാൻ സമ്മതിക്കുന്നില്ല. അതെ, എന്റെ ചോദ്യം. ജനസംഘത്തോടൊപ്പം ചേർന്ന് കോൺഗ്രസ് മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്തിട്ടുണ്ടോ, അതോ CPI ഇടതുപക്ഷം പറയുന്നത് കളവാണോ? പച്ച നുണ, ശുദ്ധ നുണ. തെളിയിക്കട്ടെ. തെളിയിച്ചു, സഭയിൽ തെളിയിച്ചു. വസന്ത് അത് വിശദീകരിക്കണം. സഭയിൽ അത് വിശദീകരിച്ചു. വസന്ത് തെളിയിക്കണം. ആരാണ് വിശദീകരിച്ചത്? അപ്പൊ ഇന്ന് കണ്ടില്ലേ ഇതൊന്നും?